പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിന് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഒരു ദൈവവചന ഭാഗം നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യുവാൻ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അതായത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തവൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരോട്, തന്നെ ചുറ്റി നിന്ന യഹൂദന്മാരോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ഇന്ന് രാത്രികാലം നമ്മുടെ വിശ്വാസത്തിന്റെ തലം എന്താണ്? കർത്താവായ യേശുക്രിസ്തു ജഡാവതാരം ധരിച്ച് നമ്മുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ അവതരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഒരു കേവലം വിശ്വാസത്തിൽ നാം ഒതുങ്ങിയാണോ? അതോ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ തന്നെ വചനം ജഡമായി തീർന്ന് ഈ ഭൂമിയിൽ അവതരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ പറയുന്നു: ഞാനും പിതാവും ഒന്നാകുന്നു. കർത്താവ് പലയിടങ്ങളിലായിട്ട്, വേദപുസ്തകത്തിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാകുന്നു. അതേ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ തന്നെ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്താലിൽ. ആ ദൈവത്തിന് ആ മഹത്വവും നാം കൊടുക്കണം. ആ ഒരു വിശ്വാസമാണോ ഈ രാത്രിയിൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്? അതോ അതിശ്രേഷ്ഠകരമായ അനേകം വഴികളിൽ ഒരു വഴിയാണോ നമ്മുടെ കർത്താവായ യേശു? അല്ല, അവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ തന്നെയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യനെ പ്രതി അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സർവമാനവും പുകഴ്ചയും മഹത്വവും എല്ലാ സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെയായി തീർന്നു. ആ സമയത്ത് പത്രോസ് ഒരു ഡിക്ലറേഷൻ അവിടെ ചെയ്യുന്നുണ്ട്: ഞാൻ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവും. പെട്ടെന്ന് തന്നെ ആകാശത്തിൽ ഒരു വലിയ ശബ്ദമുണ്ടായി: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം നമ്മുടെ ഉള്ളിൽ എവിടെയാണ് നാം വെച്ചിരിക്കുന്നത്? ഒരു മാനുഷിക തലത്തിലാണോ? അത് അനേക ദേവന്മാരിൽ ഒരുവനായിട്ടാണോ നാം കർത്താവിനെ കാണുന്നത്? ഒരിക്കലും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്തുതി, എൻ്റെ മഹത്വം ഞാൻ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. അതൊരു മനുഷ്യന് വെച്ച് ഞാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. നമ്മൾ ഒരിക്കലും മനുഷ്യനോട് ചേർന്ന് ദൈവത്തെ വെച്ച് കെട്ടുവാൻ ശ്രമിക്കരുത്. നാം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും മറ്റ് പുണ്യാളന്മാർക്കും മധ്യസ്ഥന്മാർക്കും കൊടുത്ത് ദൈവത്തെ നാം തുച്ഛീകരിക്കുക. അവന്റെ മഹത്വത്തെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ നാം ക്ഷയമുള്ള നിലവാരത്തിലേക്ക് മാറ്റിക്കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും സ്വർഗത്തിലെ ദൈവം അതിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ വലിയൊരു ശബ്ദം അവരുടെ ഇടയിൽ ഉണ്ടായി. അവർ ഭയപ്പെട്ട് പിൻവാങ്ങി വീണു. ആ ശബ്ദത്തിൽ നിന്നും യഹോവ സംസാരിച്ചു: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഇന്ന് രാത്രി കാലം നാം ആർക്കാണ് ചെവി കൊടുക്കുന്നത്? മാനുഷിക ശബ്ദങ്ങൾക്കാണോ? അല്ലെങ്കിൽ മാനുഷികമായ പഠിപ്പീലുകൾക്കാണോ? എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉപദേശിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ചെവി കൊടുപ്പീൻ. അവന് മാത്രം ചെവി കൊടുക്കണം. ഹാലലി. അവന് കൊടുക്കേണ്ട മഹത്വം നാം മറ്റൊരുവനും വിട്ടുകൊടുക്കരുത്. ഹാലലി. അവൻ സ്തുതിക്കും സ്തുതികൾക്കും മാനത്തിന് പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമുക്ക് അവനെ സ്തുതിക്കാം, നമുക്ക് അവനെ വാഴ്ത്താം. ഹല്ലേലൂയ. അവന് ചെവി കൊടുക്കാം. ഹല്ലേലൂയ. അത് ദൈവത്തിന് പ്രസാദകരമായൊരു പ്രവൃത്തിയാണ്. അവന്റെ സ്തുതിയും അവന്റെ മഹത്വവും ഒന്നും വിഗ്രഹങ്ങൾക്ക് നാം വിട്ടുകൊടുക്കരുത്. അല്ലെങ്കിൽ ഒരു മാനുഷിക തലത്തിലോട്ട് നാം ദൈവത്തെ വെച്ച് കെട്ടുവാൻ ശ്രമിക്കരുത്. സർവ പുകഴ്ചയ്ക്കും മാനത്തിനും യോഗ്യനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.